നമസ്കാരം. കാനഡയിലേക്കുള്ള RSS തലവൻ മോഹൻ ഭാഗവതിന്റെ സന്ദർശനം ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയൊരു ചർച്ചാ വിഷയമായിരിക്കുകയാണ്. കാനഡയിലെ വിവിധ സംഘടനകൾ അദ്ദേഹത്തിന്റെ സന്ദർശനത്തെ എതിർത്തുകൊണ്ട് രംഗത്തെത്തിയപ്പോൾ മറുഭാഗത്ത് 100-ലധികം സംഘടനകൾ അദ്ദേഹത്തിന് പിന്തുണയുമായി എത്തിയിരിക്കുന്നു എന്നതാണ് ഈ സംഭവത്തിന് പിന്നിലെ പ്രധാന കാര്യങ്ങൾ. സംഭവം ഇതാണ്: RSS തലവൻ മോഹൻ ഭാഗവതിന്റെ കാനഡ സന്ദർശനത്തെ ചില കനേഡിയൻ എംപിമാർ എതിർക്കുകയുണ്ടായി. ഇവർ പ്രധാനമന്ത്രി മാർക്ക് കാർണി ഉൾപ്പെടെയുള്ള മുതിർന്ന ഫെഡറൽ മന്ത്രിമാർക്ക് കത്തെഴുതി മോഹൻ ഭാഗവതിനെ കാനഡയിലേക്ക് പ്രവേശിപ്പിക്കരുതെന്നും അദ്ദേഹത്തെ സ്വീകരിക്കാനാവാത്ത വ്യക്തിയായി പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ടു. വിദ്വേഷ പ്രസംഗങ്ങൾ, മത ന്യൂനപക്ഷങ്ങൾക്കെതിരായ നിലപാടുകൾ തുടങ്ങിയവയാണ് അദ്ദേഹത്തിനെതിരായ ആരോപണങ്ങളായി ഉന്നയിക്കുന്നത്. എന്നാൽ ഇതിനെതിരെ ശക്തമായ നിലപാടുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കാനഡയിലെ 100-ലധികം സംഘടനകൾ. കാനഡ ഇന്ത്യ ഫൗണ്ടേഷൻ, കാനഡ ഇന്ത്യ ഗ്ലോബൽ ഫോറം, വിവിധ ഹൈന്ദവ സംഘടനകൾ തുടങ്ങിയവ ഉൾപ്പെടെയുള്ളവരാണ് മോഹൻ ഭാഗവതിന് പിന്തുണയുമായി രംഗത്തുള്ളത്. ഈ സംഘടനകൾ പ്രധാനമന്ത്രിക്ക് നൽകിയ കത്തിൽ ഉന്നയിക്കുന്ന പ്രധാന കാര്യങ്ങൾ ഇവയൊക്കെയാണ്. ഒന്നാമതായി, ആരോപണങ്ങൾ തെളിയിക്കാൻ കൃത്യമായ തെളിവുകൾ വേണം. ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം ഒരാളെ തടയുന്നത് നീതിയല്ല. രണ്ടാമതായി, RSS സാമൂഹ്യ സേവനത്തിലും സാംസ്കാരിക പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്ന ഒരു സംഘടനയാണ്. മൂന്നാമതായി, കാനഡയിലെ ഹിന്ദു സമൂഹത്തിന് മോഹൻ ഭാഗവതിന്റെ സന്ദർശനം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നാലാമതായി, കാനഡയുടെ ബഹുസ്വരതയും മതസ്വാതന്ത്ര്യവും ഈ വിഷയത്തിലും പാലിക്കപ്പെടണം. ഈ സംഘടനകൾ വ്യക്തമാക്കുന്നത് തെളിവുകളില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് കാനഡയിലെ ഹിന്ദു സമൂഹത്തിനെതിരെ വിവേചനപരമായ അന്തരീക്ഷം സൃഷ്ടിക്കുമെന്നാണ്. കാനഡയുടെ നിയമങ്ങളും നീതി നിർവഹണവും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കണമെന്നും അല്ലാതെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുടെയോ വെറും ആരോപണങ്ങളുടെയോ അടിസ്ഥാനത്തിലാകരുത് എന്നും അവർ വാദിക്കുന്നു. ചർച്ചകളും സംവാദങ്ങളും നടക്കണമെന്നും മറിച്ച് വിഭജനം ഉണ്ടാക്കുന്ന നിലപാടുകൾ ഒഴിവാക്കണമെന്നും അവർ അഭ്യർത്ഥിക്കുന്നുമുണ്ട്. ചുരുക്കത്തിൽ, മോഹൻ ഭാഗവതിന്റെ സന്ദർശനത്തെ ചൊല്ലിയുള്ള ഈ വിവാദം വെറുമൊരു സന്ദർശനത്തിനപ്പുറം കാനഡയിലെ മത സ്വാതന്ത്ര്യം, തുല്യത, നീതി നിർവഹണം എന്നിവയെക്കുറിച്ചുള്ള വലിയ ചർച്ചയ്ക്ക് കൂടി വഴിവെച്ചിരിക്കുകയാണ്. കനേഡിയൻ ഭരണകൂടം ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നതാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. നിങ്ങൾക്കും ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.